അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മളിൽ ഒരുപാട് പേര് പലവിധ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവരാണ്. ഇഷ്ക് മദീന എന്ന ഈ ചാനൽ ദിവസമായി കാണുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുള്ളത്. കാരണം ദിവസമായിട്ട് വാട്സപ്പിലൂടെയായിട്ട് ഓരോരോ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറയാറുണ്ട്. എന്തിന് കരഞ്ഞോണ്ടാണ് ഒരുപാട് ഉമ്മമാർ ഓരോ വിഷമങ്ങൾ പറയാറുള്ളത്. അപ്പോൾ ഇതിനൊക്കെ നിയ്യത്താക്കി ഓതിയാൽ ഒരുപാട് പേർക്ക് ഇതുപോലെയായിട്ട് നിയ്യത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയത് അനുഭവമുണ്ട് ഒരുപാട് പേർക്ക്. അപ്പോൾ ആ ഒരു കാര്യം ഇന്ന് പറയാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഏത് തരത്തിലുള്ള ടെൻഷനായാലും, അതിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായാലും, മറ്റ് അസുഖം കൊണ്ടുള്ള ടെൻഷനായാലും, അതുപോലെ തന്നെ നമ്മൾ കണ്ണേറിൽ പെട്ടിട്ടുള്ള ഒരു ഇടങ്ങേറ്, അതുപോലെ എല്ലാത്തിനും ഒരു തട്ടിത്തിരിച്ചിൽ, എന്ത് ഒരു കച്ചവടം തുടങ്ങിയാലും അതുമാകെ കടത്തിലാകുക, അതുപോലെ തന്നെ ഒരു 100 രൂപ കിട്ടിയാൽ അതിൽ 200 രൂപൻ്റെ ചിലവാകുക, എന്താണ് പൈസ ആവുന്നതെന്നറിയില്ല. ഇതുപോലെ അസുഖമാണെങ്കിൽ മക്കൾക്ക് അസുഖം, അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ളവർക്ക് അസുഖം, ഇതുപോലെ എന്നും ഹോസ്പിറ്റലുമായി പൈസയുമായിട്ടുള്ള അങ്ങനെയൊരു ബുദ്ധിമുട്ടും ഇടങ്ങേറും, ഇതുപോലെയുള്ള എല്ലാ കാര്യത്തിനും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ഇതുപോലെ നിയ്യത്താക്കി നിങ്ങളൊന്ന് ഓതി നോക്കി, അത്ഭുതമായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടും. 10,000-ങ്ങൾക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടു കൂടി നിയ്യത്താക്കി ഓതിക്കോളി, തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും. അപ്പോൾ പരിശുദ്ധ ഖുർആനിലുള്ള സൂറത്താണ് ഓതേണ്ടത്. അപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇത് ഓതാൻ പറ്റില്ല കേട്ടോ. നിസ്കരിക്കാൻ പറ്റുന്ന സമയത്തായിട്ട് നിയ്യത്താക്കിയിട്ട് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെയായിട്ട് ഒന്ന് നിയ്യത്താക്കി ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോട് കൂടിയിട്ടൊന്ന് ഓതി നോക്കി, അത്ഭുതമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻഷാ അള്ളാ. അപ്പം ഇന്നാണ് ഭീമാ പള്ളിയിലേക്ക് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ ചന്ദനക്കുടം നേർച്ചയുണ്ടെങ്കിൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് അവിടെ നമ്മളുണ്ടാവും ഇൻഷാ അള്ളാ. അപ്പോൾ ചന്ദനക്കുടം നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയക്കുക. നമ്മളും ആ ഒരു നേർച്ച കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. അതുപോലെ ഒരുപാട് പേര് ചന്ദനക്കുടം നേർച്ച കൊടുക്കാൻ പൈസയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ കൊടുക്കണം. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ തീരാനും, അതുപോലെ എന്തെങ്കിലും കാര്യത്തിന് നിയ്യത്താക്കിയവരുണ്ടെങ്കിൽ പോകാൻ പറ്റാത്തവർ മാത്രം പോയി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതിപ്പോൾ ഏർവാടിയിലാണെങ്കിലും ഏർവാടിയിൽ ഈ മാസം 15-ാം തീയതി ഉള്ളിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് പേർക്ക് കഴിഞ്ഞ തവണയൊക്കെ ഭക്ഷണം നിയ്യത്താക്കി കൊടുത്തിട്ട് അത്ഭുത ഫലം കിട്ടിയവരാണ്. കൂടുതൽ പേരും ഇപ്പോൾ ഈ 2-3 ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് അത്ഭുതമായിട്ടുള്ള ഫലങ്ങൾ പറയുന്നുണ്ട്. ഏർവാടി ഭക്ഷണം നിയ്യത്താക്കി കൊടുത്ത ആളായിരുന്നു ഞാൻ, എനിക്ക് ഇന്നാലിൻ്റെ കാര്യം നടന്ന് കിട്ടിയിത്ത എന്ന് വാട്സപ്പിലൂടെ ആയിട്ട് അറിയിക്കുന്നുണ്ട് ഓരോരുത്തർ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ഇനിയും 15-ാം തീയതി ഉള്ളിലായിട്ട് എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു അസുഖമായിട്ടുള്ള ഒരു പ്രയാസത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടുന്ന് ഉസ്താദ് കുറച്ച് നേർച്ചകളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ ഏർവാടി ചങ്ങലക്കിട്ട രോഗികൾക്ക് നിയ്യത്താക്കിയിട്ട് നിങ്ങളെ വിഷമങ്ങൾ മാറാൻ, ജോലി സംബന്ധമായ കാര്യം, വീട് സംബന്ധമായ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, മക്കളെ കാര്യത്തിനൊക്കെ നിയ്യത്താക്കി കൊടുത്താൽ, ഇതുപോലെയുള്ള കാര്യത്തിനാണ് കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് പേര് ഭക്ഷണം നിയ്യത്താക്കി തന്നിട്ടുള്ളത്. ഭർത്താവിൻ്റെ ജോലി കാര്യം, ഭർത്താവിൻ്റെ മക്കളെയൊക്കെ സ്വഭാവ കാര്യം, അതുപോലെ വീടുണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ. അതുപോലെ വീടുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു മകൾക്ക് വേണ്ടിയിട്ട് ആ ഉമ്മയാണ് പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. 10 പേർക്ക് ഭക്ഷണത്തിനുള്ള പൈസ. ആ മോൾക്ക് എന്തോ വീടിൻ്റെ പൈസ എന്തോ തികഞ്ഞില്ല, അത് അവർ പൈസ കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് മനസ്സ് തോന്നാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ അൽഹംദുലില്ലാ ആ കാര്യവും അവർക്ക് റെഡിയായി എന്നൊക്കെ ഒരുപാട് അനുഭവം എനിക്ക് ഇപ്പോൾ പറയാൻ കിട്ടുന്നില്ല. കാരണം അവർ വാട്സപ്പിലൂടെ ആയിട്ട് പറയുന്ന കാര്യം ഒരുപാട് പേര്, ഒരു 10-15 പേര് കഴിഞ്ഞ തവണ പോയ സമയത്ത് ഫലം കിട്ടിയെന്ന് ഏർവാടിയിൽ ഭക്ഷണം കൊടുത്തിട്ട് പറയുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് ഇനിയും ഒരുപാട് പേർക്ക് ഓരോരോ കാര്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. അത്ഭുതമായിട്ട് ഫലം കിട്ടുന്ന പള്ളിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം ഏർവാടി പള്ളി.
അതുപോലെ തന്നെ ജിന്നിനെ ഒഴിപ്പിക്കുന്ന പള്ളിയാണ്. ഒരുപാട് പേർ അവിടെ 2-3 ദിവസമായിട്ട് രാപ്പാർക്കാൻ വേണ്ടി നേർച്ചയാക്കി പോയി അവിടേക്ക് കൂടുന്നുണ്ട്. അവർക്കൊക്കെ ഫലം കിട്ടിയിട്ടാണല്ലോ അതൊക്കെ. അതുപോലെ അവിടെ ഏർവാടിയിൽ അറക്കാസുമ്മ എന്ന മക്കാമുണ്ട്. അതും ഭയങ്കര ഫലം കിട്ടുന്ന മക്കാമാണ്. സ്ത്രീകളുടെ കാര്യത്തിനൊക്കെ നമ്മുടെ വിഷമത്തിനും പ്രയാസത്തിനൊക്കെ അവിടത്തേക്ക് നേർച്ചയാക്കി പൈസ ആയിട്ടൊക്കെ കൊടുത്താൽ നല്ല ഫലം കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് ക്ലാസ്സിൽ പറയാൻ വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള വിഷമങ്ങൾ ഇടങ്ങേറുകളെല്ലാം തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ നിയ്യത്താക്കി ഓതി നോക്കൂ. ഫാത്തിഹ അല്ലെങ്കിൽ യാസീനായാലും മതി കേട്ടോ. ഫാത്തിഹയോ യാസീനായാലും മതി. അതിപ്പോൾ നമ്മൾ ഒരു ഫാത്തിഹ എങ്കിലും ഓതിയാലും മതി. അത് മനസ്സറിഞ്ഞ് നല്ല ഇഖ്ലാസോടു കൂടി ഓതിയാൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് ഫലം കിട്ടും. ആദ്യം തന്നെ നമ്മൾ ഈ ഓതുന്നതിനും ചൊല്ലുന്നതിലൊക്കെ നമുക്ക് തന്നെ വിശ്വാസം വേണം. നല്ല വിശ്വാസം വേണം. എന്നാലാണ് അതിന് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുക. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറൗൽ അസീസ് അൽ ഫാത്തിഹ എന്ന് വിളിക്കുക. എന്നിട്ട് ഫാത്തിഹ ഓതുക. നമ്മൾ ഇന്നത്തെ മജ്ലിസിൽ വെച്ച് 21 ഫാത്തിഹയാണ് അവിടത്തേക്ക് ഓതുന്നത്. റഹ്മാൻ നമ്മുടെ ആരൊക്കെയാണോ ഈ ഫാത്തിഹ മനസ്സിൽ ഓരോ വിഷമങ്ങൾ നിയ്യത്താക്കി ഓതുന്നത് അവരുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു പെട്ടെന്ന് റാഹത്തിലാക്കി കൊടുക്കട്ടെ. എന്ത് ഇടങ്ങേറാണോ മനസ്സിലുള്ളത് ആ ഇടങ്ങേർ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം എളുപ്പ വഴി അവരുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ. നമ്മൾ ഈ മജ്ലിസിൽ വെച്ച് തന്നെ 21 ഫാത്തിഹ ഷെയ്ഖ് മുഹിയുദ്ദീൻ അവരുടെ അടുത്തേക്ക് നമ്മൾ ഹലറത്തിലേക്ക് നമ്മൾ ഓതുകയാണ്. മനസ്സറിഞ്ഞ് ഓതുക കേട്ടോ. വുളുവോട് കൂടി, വുളു ഇല്ലാത്തവരാണെങ്കിൽ വുളു എടുത്ത് വരിക. എന്നിട്ട് മജ്ലിസിലിരിക്കുക. ആത്മാർത്ഥമായിട്ട് നമ്മുടെ നെഞ്ഞത്ത് കൈവച്ച് അള്ളാഹിനോട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പറയാം. റബ്ബേ, ഞാൻ ഓതാൻ പോവാണ് മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഫാത്തിഹ. എൻ്റെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ. എൻ്റെ ഇടങ്ങേറുകളൊക്കെ നീ തീർത്തു തരണേ. എൻ്റെ ജീവിതത്തിൽ നീ സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. ഒരുപാട് വേദനകൾ നമുക്കൊക്കെ ഉണ്ട് അല്ലേ. ഓരോ വേദനകൾ ഓരോരുത്തരുടെ മനസ്സിലുണ്ട്. ആ വേദനകളൊക്കെ റബ്ബിനോട് അങ്ങ് പറഞ്ഞോളി. അള്ളാഹു എല്ലാം കെട്ടയച്ചു തരട്ടെ. സമാധാനം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് നൽകട്ടെ. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറൗൽ അസീസ് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم
ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله الحمد لله الحمد لله رب العالمين. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിലാണ് 21 ഫാത്തിഹ നിയ്യത്താക്കി ഓതിയിട്ടുള്ളത്. ആരൊക്കെയാണോ ഇത് ഒപ്പമായിട്ട് ഓതിയത് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്ന വിഷമങ്ങൾ നീ മാറ്റണേ അല്ലാ. റബ്ബേ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാറ്റണേ അല്ലാ. കടം കൊണ്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അസുഖം കൊണ്ട് ടെൻഷൻ അടിക്കുന്നവർക്ക് അസുഖം ശിഫ നൽകണേ അല്ലാ. റഹ്മാനെ, വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് വീടുണ്ടാവാനുള്ള എളുപ്പ വഴി അവരുടെ മുന്നിൽ നീ തുറന്ന് നൽകണേ റഹ്മാനെ. ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് ഒരുപാട് പേര് ജീവിച്ചു പോകുന്നത് റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. റബ്ബേ, ഒരുപാട് കറാമത്ത് ഷേഖുന മുഹിയുദ്ദീൻ ഷെയ്ഖിന് റഹ്മാനായ റബ്ബേ, നീ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ലല്ലോ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിലുള്ള വേദന നീ മാറ്റിത്തരണേ അല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനെ. ഒരുപാട് പേര് വാട്സപ്പിലൂടെയായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ടല്ല. അവരുടെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ല. അസുഖം കൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. റബ്ബേ, അസുഖങ്ങൾ നീ ശിഫ നൽകല്ല. മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. റബ്ബേ, മാരകമായ അസുഖങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ കയറിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ നീ കരീപ്പിച്ചു കളയണേ അല്ല. റബ്ബേ, ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കല്ല. ഞങ്ങൾക്കിന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്ക് റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കല്ല. ഖബർ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല. റഹ്മാനെ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മനസ്സമാധാനമുള്ള ജീവിതം നൽകല്ല. അസുഖങ്ങളെല്ലാം ശിഫ നൽകി റഹ്മാനെ. ഞങ്ങളെ ദുആനെ നീ കേൾക്കണേ റഹ്മാനെ. ഞങ്ങളെ ദുആനെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് പറയാനില്ല റഹ്മാനെ. ഞങ്ങളുടെ കാര്യത്തിന് മറ്റൊരാളുടെ മുന്നിൽ പോയി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ ആർക്കും തരല്ലേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ വീട്ടിൽ നീ ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ അല്ല. നിന്റെ പരീക്ഷണം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനെ. അസുഖം തന്ന് പരീക്ഷിക്കല്ലേ റബ്ബേ. കടം തന്ന് പരീക്ഷിക്കല്ലേ റബ്ബേ. റഹ്മാനായ റബ്ബേ, മാരകമായ അസുഖങ്ങൾ തന്ന് ഒരുപാട് പേര് കണ്ണീരോട് കൂടി റബ്ബേ ശ്വാസമെടുക്കാൻ പറ്റാതെ ഒരു തുള്ളി വെള്ളമിറക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ
റഹ്മാനെ നീ ഷിഫ നൽകണേ അല്ല, എടങ്ങേറിലാക്കി കിടത്തല്ല റഹ്മാനെ. റഹ്മാനെ ഒരുപാട് പേര് ചെറിയ ചെറിയ മക്കൾ പോലും വല്ലാത്ത പ്രയാസത്തിലാണ് റഹ്മാനെ. ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടല്ല. റബ്ബേ അസുഖങ്ങളെല്ലാം നീ ഷിഫ നൽക്. ഞങ്ങൾ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ അടുത്തേക്ക്, അവരുടെ ഹളറത്തിലേക്കാണ് ഞങ്ങൾ ഫാത്തിഹ നിയ്യത്താക്കി ഓതിയിട്ടുള്ളത്. ഞങ്ങളെ മേലിൽ വന്നിരിക്കുന്ന ബലാല് മുസീബത്ത് ആപത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കല്ല. കണ്ണേറിൽ നിന്ന് ഞങ്ങളെ നീ കാവൽ നൽകണേ അല്ല. റഹ്മാനെ ഞങ്ങൾ ഈ ചൊല്ലിയുന്നതും ഓതുന്നതുമായ ഈ മജ്ലിസിനെ നീ സ്വീകരിക്ക റഹ്മാനെ. ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്ലിസാക്കണേ അല്ല. റബ്ബേ ഞങ്ങളെ ദുആനെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ അല്ല. റബ്ബേ ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അവരുടെ മനസ്സിലെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കല്ല. ഒരുപാട് പേര് ഏർവാടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സുഖമില്ലാത്ത ചങ്ങലക്കെട്ട രോഗികൾ ഒരുപാട് പേര് അവർക്ക് ഭക്ഷണം നിയ്യത്താക്കി നേർച്ചയാക്കി തരുന്നവരുണ്ട്. അവരുടെ കാര്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടി ആ നേർച്ചകളെല്ലാം നീ സ്വീകരിക്കണേ അല്ല. അവർക്കിന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന അമലാക്കി മാറ്റണേ അല്ല. ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കല്ല. റബ്ബേ നീ ഞങ്ങളെ കൈയൊയ്യല്ലേ അല്ല. നീ ഞങ്ങളെ കൈയൊയ്യല്ലേ, കൈവിടല്ലേ റഹ്മാനെ. ആരൊക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും നീ ഞങ്ങൾക്ക് തുണയുണ്ടല്ലോ റബ്ബേ. നീ ഞങ്ങളെ കൈയൊയ്യല്ലേ റഹ്മാനെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. എല്ലാവരോടും ദുആ വസിയത്തോടെ എല്ലാവർക്കും വേണ്ടി ഭീമാപള്ളിയിൽ അവിടുന്ന് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരുടെ നേർച്ചകളും അല്ലാഹു സ്വീകരിക്കട്ടെ. ആർക്കെങ്കിലും അവിടെ വന്നിട്ട് കൊടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ആയിട്ട് അറിയിക്കട്ടോ. ചന്ദനക്കുട നേർച്ച നല്ല ഫലം കിട്ടുന്ന നേർച്ചയാണ്. അത് നമ്മൾ ഒരു ചന്ദനക്കുടം എന്ന് പറഞ്ഞാൽ ഒരു കുടം വാങ്ങിയിട്ട് പള്ളി 3 വട്ടം ചുറ്റുക. എന്നിട്ട് അവിടെ മക്കാമിൽ ഏൽപ്പിക്കാൻ നമ്മുടെ പേരും പറഞ്ഞിട്ട് അങ്ങനെയാണത് നേർച്ച കൊടുക്കാറ്. അപ്പോൾ പോകാൻ പറ്റുന്നവർ അത് നമ്മുടെ കൈകൊണ്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കുക. അല്ലാത്തവർ മാത്രം വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കട്ടോ. ഇൻഷാ അല്ലാ. എല്ലാവരോടും സ്നേഹത്തോടെ അതുപോലെ തന്നെ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.